നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ കെ ശ്രീധർ. സയന്റിഫിക് ഫാക്ട്സ് എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഈ വേനൽക്കാലത്തെ ജലക്ഷാമം എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ചാണ്. ലോക ജനസംഖ്യയുടെ 18% ഇന്ത്യയിലാണ്. എന്നാൽ ലോകത്താകമാനമുള്ള വാട്ടർ റിസോഴ്സസിൻ്റെ 4% മാത്രമാണ് ഇന്ത്യയിലുള്ളത്. അതുകൊണ്ട് തന്നെ വാട്ടർ മാനേജ്മെൻറ്റ് ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ജലസംരക്ഷണത്തിനുള്ള ഏതാനും ചില മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഇനിയൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ മാർഗമാണ് അണ്ടർഗ്രൗണ്ട് അക്വിഫർ റീചാർജ്. ഭൂമിക്കടിയിൽ ജലം ശേഖരിച്ചു വച്ചിരിക്കുന്ന പാറകളെയാണ് അക്വിഫേഴ്സ് എന്ന് പറയുന്നത്. ഈ അക്വിഫറിനുള്ളിലെ ജലത്തിൻ്റെ ലെവൽ, ഭൂഗർഭ ജലത്തിൻ്റെ ലെവൽ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് വാട്ടർ മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് വഴിയും ചെക്ക് ഡാമുകൾ നിർമ്മിച്ചും ട്രഡീഷണൽ ആയിട്ടുള്ള വാട്ടർ ബോഡികളെ പുനരുജ്ജീവിപ്പിച്ചും ജലം ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള കുളങ്ങൾ കുഴിച്ചും റീചാർജ് വെൽ കൺസ്ട്രക്ട് ചെയ്യുകയും വഴി ഭൂമിക്കടിയിലുള്ള അക്വിഫറിലെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ മെത്തേഡാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. വീടുകളുടെയും പബ്ലിക് ബിൽഡിങ്ങുകളുടെയും മുകളിൽ വീഴുന്ന മഴവെള്ളം ഭൂമിക്കടിയിലോ മുകളിലോ നിർമ്മിച്ചിരിക്കുന്ന സംഭരണിയിലേക്ക് ശേഖരിക്കുന്നതിനെയാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ശേഖരിച്ചു വയ്ക്കപ്പെട്ട ജലം മതിയായ ട്രീറ്റ്മെൻറ്റുകൾ നൽകി മനുഷ്യ ഉപയോഗത്തിന് വേണ്ടി നൽകാൻ സാധിക്കുന്നതാണ്. മൂന്നാമത്തെ മെത്തേഡാണ് ഡ്രിപ്പ് ഇറിഗേഷൻ. കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി ജലം ഉപയോഗിക്കുമ്പോൾ സാധാരണമായ രീതിയിൽ ജലം ഉപയോഗിക്കുമ്പോൾ ധാരാളം ജലം വെറുതെ പാഴായി പോകുന്നു. ഇങ്ങനെ ജലം പാഴായി പോകാതിരിക്കാൻ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി സാധിക്കുന്നതാണ്. നാലാമത്തെ മെത്തേഡാണ് ഡീസാലിനേഷൻ അഥവാ ഉപ്പുവെള്ളത്തെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ. ഈ ഉപ്പുവെള്ളത്തെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയകൾ വിദേശ രാജ്യങ്ങളിൽ വളരെ സാധാരണമാണ്. ഉപ്പുവെള്ളത്തെ ശുദ്ധീകരിച്ച് ശുദ്ധജലം നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നിർമ്മിക്കുന്ന ശുദ്ധജലം മനുഷ്യരുടെ ഉപയോഗത്തിന് വേണ്ടി നൽകാൻ സാധിക്കുന്നതാണ്. ഇവ കൂടാതെ വീടുകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം ഒരു കുഴിയിലേക്ക് ശേഖരിക്കുക വഴി ശുദ്ധജലത്തെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നതാണ്. മരങ്ങൾ നട്ടുപിടിപ്പിച്ചും മണ്ണിനെ സംരക്ഷിച്ചും ശുദ്ധജലത്തെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇവ കൂടാതെ ജനങ്ങൾക്കിടയിൽ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, ശുദ്ധജല സംരക്ഷണത്തിനെ പറ്റി ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതും ജലസംരക്ഷണത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്കേവർക്കും നന്ദി, നമസ്കാരം.